ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഒരു യാത്രക്കാരന് തലയിണ വാങ്ങുകയായിരുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഒരു ധനികനാണ് ഈ രംഗം കണ്ടത്. അങ്ങനെ അദ്ദേഹം സർവീസ് ബെൽ അടിച്ചു. പക്ഷേ മറ്റൊരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് പ്രത്യക്ഷപ്പെട്ടു. അത് അദ്ദേഹത്തെ നിരാശനാക്കി. ഒരു പുതപ്പ് വേണമെന്ന് പറഞ്ഞ് അയാൾക്ക് ഒരു ഒഴികഴിവ് പറയേണ്ടി വന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റ് പോയപ്പോൾ താൻ മുമ്പ് കണ്ട സുന്ദരിയായ ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ എങ്ങനെ വിളിക്കാമെന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴാണ് തന്റെ സീറ്റിലെ ഉൽപ്പന്ന മാഗസിൻ അയാൾ ശ്രദ്ധിച്ചു. വീണ്ടും സർവീസ് ബെൽ അടിച്ചു. എന്നാൽ വീണ്ടും അതേ ഫ്ലൈറ്റ് അറ്റൻഡന്റ് പ്രത്യക്ഷപ്പെട്ടു. ഇത് ധനികന്റെ ക്ഷമ നഷ്ടപ്പെട്ടു. മറ്റൊരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഉൽപ്പന്നങ്ങൾ തനിക്ക് പരിചയപ്പെടുത്തണമെന്ന് അയാൾ വ്യക്തമാക്കി. ഫ്ലൈറ്റ് അറ്റൻഡന്റ് അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കി. മറ്റേ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇപ്പോൾ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണെന്നും ഓരോ ഫ്ലൈറ്റ് അറ്റൻഡന്റും ക്യാബിന്റെ വ്യത്യസ്ത വിഭാഗത്തിന് ഉത്തരവാദികളാണെന്നും പറഞ്ഞു. ധനികൻ ഒരു വിശദീകരണവും കേൾക്കാൻ വിസമ്മതിച്ചു. അയാൾ പുതപ്പെടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. ആ നിമിഷം ബഹളം കേട്ട മറ്റേ ഫ്ലൈറ്റ് അറ്റൻഡന്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. ധനികൻ അവളെ കണ്ടപ്പോൾ അയാളുടെ മനോഭാവം തൽക്ഷണം മാറി. അയാൾ തന്റെ ബിസിനസ് കാർഡ് ഒരു ഉൽപ്പന്ന മാഗസിനിൽ എഴുതി അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സമ്മാനമായി എടുക്കാൻ പറഞ്ഞു. എന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് കാർഡ് അയാൾക്ക് തിരികെ നൽകി. അത് അയാളെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് അവൾ അവനോട് നന്നായി വിശ്രമിക്കാനും പുതപ്പ് അവന്റെ മേൽ വിരിക്കാനും പറഞ്ഞു. ഇത് ധനികനെ പ്രകോപിപ്പിച്ചു. അയാൾ അവളെ ചൂണ്ടി പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇതൊന്നും കാര്യമാക്കിയില്ല. തന്റെ നെയിം ബാഡ്ജ് പോലും അയാൾക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് ചീഫ് പേഴ്സൺ തന്നെ വിമർശിക്കുമെന്ന് ഫ്ലൈറ്റ് അറ്റൻഡന്റ് കരുതി. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചീഫ് പേഴ്സൺ അവളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല ധനികന്റെ പരാതി റദ്ദാക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒടുവിൽ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്നത് താഴ്ന്നവരായിരിക്കുക എന്നല്ല അർത്ഥമാക്കുന്നതെന്നും എല്ലാവരും ബഹുമാനിക്കപ്പെടാൻ അർഹരാണെന്നും ചീഫ് പേഴ്സൺ അവളോട് പറഞ്ഞു.